പുലി വരുന്നേ എന്ന് പറഞ്ഞ് അവസാനം ഒരു ദിവസം പുലി വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരവസ്ഥയിലായ കഥ നാം ധാരാളം കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പോൾ കേരളത്തിൽ SIR വന്നത്. SIR എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പം മലയാളികൾക്ക് നല്ല നിശ്ചയമുണ്ട്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന. ബീഹാറിൽ നടന്ന SIRനെ ചൊല്ലി ഒരുപക്ഷെ ഏറ്റവും അധികം ബഹളവും ചർച്ചകളും ഒക്കെ നടന്നത് കേരളത്തിലായിരിക്കും. ആ ചർച്ചകളിലൂടെ തന്നെ SIRൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും നമുക്കൊന്ന് നോക്കാം, എന്താണ് ഈ SIR? നോക്കൂ, ഈ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയ 80-85 കോടിയോളം ആൾക്കാരുടെ, പൗരന്മാരുടെ ഒരു ഹ്യൂജ് ഡേറ്റയാണ്. 85 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ആകെ ജനസംഖ്യയേക്കാൾ അധികമാണ് ഈ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രം. വളരെ വലിയ ഒരു ഹ്യൂജ് ഡേറ്റ കൈകാര്യം ചെയ്യുമ്പോൾ ആ മെഷീനറി അതിന് അതിൻ്റേതായ പോരായ്മകളും ഉണ്ടാകും. തീർച്ചയായിട്ടും ഒരാൾ വോട്ട് ചേർക്കുന്നതും വോട്ട് മാറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ അകത്ത് ധാരാളം ഡ്യൂപ്ലിക്കേഷനുകൾ ഉണ്ടാകും. കാലാകാലങ്ങളിൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തതിൻ്റെ പ്രശ്നമുണ്ടാകും. അതായത് താമസം മാറിപ്പോയവർ, മരിച്ചുപോയവർ, നാട് വിട്ടുപോയവർ, അങ്ങനെയുള്ളവരുടെ പേരുകളൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങനെ കിടക്കും. ഒരാൾക്ക് ഒരേ സമയം 2 ഇടത്ത് വോട്ടുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് വോട്ട് ചേർത്തത് പന്തളത്താണ്. അവിടെ എൻ്റെ പേരവിടെ കിടപ്പുണ്ടായിരുന്നു. 2005 മുതൽ എൻ്റെ വോട്ട് കോഴിക്കോടാണ്. ഈ 2 ഇടത്തും എൻ്റെ പേരവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ്, 1-2 മാസം മുമ്പ് അവിടെ നിന്ന് എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, താങ്കളുടെ പേര് ഇവിടെ ഉണ്ടല്ലോ, താങ്കൾ ഇവിടെയാണോ വോട്ട് ചെയ്യുന്നത്, കോഴിക്കോടാണോ വോട്ട് ചെയ്യുന്നത്? അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വോട്ട് അവിടെ കിടപ്പുണ്ട് എന്നുള്ളത്. ഞാനത് റിമൂവ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇതുപോലുള്ള ഡ്യൂപ്ലിക്കേഷനുകൾ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ കാര്യം ഇതെല്ലാം മാനുവലായിട്ടാണ് ചെയ്യുന്നത്. അടുത്ത കാലത്ത് ഓൺലൈനിൽ ചേർക്കാമെങ്കിൽ പോലും ഈ മാനുവലായിട്ട് ചെയ്യുന്നതിൻ്റേതായ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഈ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് അഡ്വാൻറ്റേജസ് അവരവരുടേതായ രീതിയിൽ മാനിപ്പുലേഷൻസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കണ്ണൂർ ഒരു തമാശയുണ്ട്. എന്താണെന്നറിയാമോ? മരിച്ചു പോയവരെ കാണണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ദിവസം കണ്ണൂർ പോയാൽ മതി എന്ന്. അവിടെ പരേതരിങ്ങനെ വോട്ട് ചെയ്യാൻ വരും പോലും, CPMന് വോട്ട് ചെയ്യാൻ വേണ്ടി വളരെ വിദഗ്ധമായിട്ട് ഈ ലിസ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് CPM നടത്തുന്ന ഒരു കളിയാണത്. എത്രയോ കാലമായിട്ട് അവിടെ നടക്കുന്നു. അടുത്ത കാലത്ത് ഒരു റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥൻ, വലിയ പൊസിഷനിലിരുന്ന CRPF ഉദ്യോഗസ്ഥൻ കണ്ണൂർ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞതാണ്. ഒരേ ആൾക്കാർ ഇങ്ങനെ വരും, ഒരു സ്ത്രീ വരും, അവർ ഒരാളുടെ പേരിൽ വോട്ട് ചെയ്തിട്ട് പോകും. അതേ സ്ത്രീ പോയി പിന്നെ വേഷം മാറി വരും, പർദ്ദ ഇട്ട് വരും. അങ്ങനെ ഒരാൾ തന്നെ 3-4 വോട്ടുകൾ ചെയ്യുന്ന, അത് വളരെ പതിവാണ്. നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലും നടക്കുന്ന കാര്യമാണിത്. ഇങ്ങനെ ഈ രാജ്യം മുഴുവനും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പൂർണ്ണമായും ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ഏർപ്പാടാണ് ഈ SIR എന്ന് പറയുന്നത്. അത് നടക്കണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ അകത്തേക്ക് വളരെ തീവ്രമായ രീതിയിൽ ഇൻറ്റൻസീവായിട്ടുള്ള പരിശോധന ആവശ്യമാണ്. ആ പരിശോധന നടക്കേണ്ട കാര്യമല്ലേ? എന്തൊരു കാര്യമായിക്കോട്ടെ, വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യം വിടൂ. ഏതൊരു ഡേറ്റയും ഏതൊരു ഡോക്യുമെൻറ്റും അത് കാലാകാലങ്ങളിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും പരിഷ്കരിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളത് എത്രമാത്രം ലളിതമായ ഒരു യുക്തിയാണ്. പക്ഷേ അതുപോലും സമ്മതിക്കില്ല. ഇത് BJPക്കാർ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് എന്നതാണ് ഇവിടെ മറ്റൊരു വ്യാഖ്യാനം. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് വലിയ വിവാദമുണ്ടായത് നമുക്കറിയാം. തൃശ്ശൂർ BJP 85,000-ഓളം വോട്ട് ചേർത്തു. ഒരേ അഡ്രസ്സിൽ പല 100-100 പേരുടെ പേരുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ലേ വേണ്ടത്? ഇവരുന്നയിച്ച ഈ ആരോപണങ്ങൾ
അതിന് വ്യക്തമായ പരിഹാരമുണ്ടാക്കാൻ എന്താണ് മാർഗം? ആ മാർഗമാണ് SIR. അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. കാര്യം വോട്ടേഴ്സ് ലിസ്റ്റിലെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ ഉപഭോക്താക്കൾക്കാണ് ഈ പ്രശ്നം പരിഹരിക്കരുത് എന്നുള്ള ആവശ്യവും. അവരാണ് ഇതിൻ്റെ യഥാർത്ഥ ഉപഭോക്താക്കൾ. ഇവിടെ BJPക്ക് ഒരു പരാതിയില്ല. നടത്തിക്കോളൂ, നടക്കണം എന്ന് തന്നെയാണ് നിലപാട്. ഇങ്ങനെ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലാത്ത ആൾക്കാരെ ചേർത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്തവരല്ലേ ഇതിനെ ഭയപ്പെടേണ്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഭയമില്ല. എന്നാൽ ഇവർക്കൊക്കെ ഈ ഭയമുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഈ പറഞ്ഞതാണ്. അവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതും. അതാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചു. ബീഹാറിൽ ഏതാണ്ട് 67 ലക്ഷം ആൾക്കാരെ റിമൂവ് ചെയ്തു ലിസ്റ്റിൽ നിന്ന്. ഈ 67 ലക്ഷത്തിൽ ഒരാളെങ്കിലും പരാതിയുമായി വന്നോ? എൻ്റെ പേരും ഞാൻ ഇവിടെ ഉണ്ട്, പക്ഷേ എൻ്റെ വോട്ടില്ല എന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്ന കാര്യമുണ്ട്. കാര്യം ഒരു എക്സസൈസിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷേ ഈ 67 ലക്ഷം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലാത്തവരുണ്ട്. കാര്യം ബീഹാറിലൊക്കെ ഒരുപാട് ബംഗ്ലാദേശി ഇമിഗ്രൻസ് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയപ്പോൾ ഇത്രയും പേരവിടുന്ന് പോയി. ആ വോട്ടുകളൊക്കെ ഈ 67 ലക്ഷം വോട്ടുകളും അതിൻ്റെ അകത്ത് വലിയൊരു ശതമാനം വോട്ടുകളും അവിടെ കള്ള വോട്ടുകളായി രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നിരുന്നു എന്നിടത്താണ് നാം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. ഇപ്പം ബംഗാളിൽ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഡേറ്റ കണ്ടതാണ്. അവിടുത്തെ അഡൽട്ട് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് 14%. എന്നാൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഗ്രോത്ത് അത് ഏതാണ്ട് 60%. ഇതെങ്ങനെയാണ് ശരിയാവുക? അഡൽട്ട് പോപ്പുലേഷൻ്റെ ഗ്രോത്തിനനുസരിച്ച് തന്നെ ആനുപാതികമായിരിക്കണ്ടേ വോട്ടേഴ്സിൽ? കാര്യം അഡൽട്ടാണല്ലോ. അഡൽട്ട് ഫ്രാഞ്ചൈസി എന്നല്ലേ പറയുക. അഡൽട്ടായിട്ടുള്ള ആൾക്കാർ, പ്രായപൂർത്തിയായ ആൾക്കാരുള്ള ആൾക്കാരല്ലേ വോട്ട് ചെയ്യാൻ വരിക. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്തോ നടന്നിട്ടുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതൊഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, ഈ SIR എന്ന് പറയുന്ന ഏർപ്പാട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ കാര്യമല്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പം നടക്കുന്നത്. 2002 നടന്നിട്ടുണ്ട്, 92 നടന്നിട്ടുണ്ട്. അങ്ങനെ കാലാകാലങ്ങളിൽ ഇവിടെ ഈ പ്രക്രിയ, ഈ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ആ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു, എത്രയോ കാലമായിട്ടുള്ളത്. ഇത് ശരിക്ക് ഞാൻ പറയുന്നത് ഇത് ഈ 10, 15, 20 വർഷം കൂടുമ്പോഴല്ല നടക്കേണ്ടത്. ഇത് നടക്കേണ്ടത് ഓരോ വർഷവും നടക്കണം. അല്ലെങ്കിൽ ഓരോ ഇലക്ഷൻ്റെ മുമ്പും നടക്കണം. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇത് നടന്നുകൊണ്ടേ, ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കണം, അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു തമാശയുണ്ട്. എന്താണെന്നറിയോ? ഈ ഒരു പ്രശ്നവുമില്ല, SIR പോലും നടത്തേണ്ട കാര്യമില്ല. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ആധാറുമായി കണക്ട് ചെയ്താൽ മാത്രം മതി. യഥാർത്ഥ ആധാറുമായി കണക്ട് ചെയ്താൽ പിന്നെ ഒരു വിഷയവും ഇവിടെ ഇല്ല. പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ ആധാർ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരും. ഒരാൾക്കൊരു ആധാർ നമ്പറേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇലക്ട്രോണിക്കലി ഈ ഡേറ്റ അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ ഇവിടെ ഈ SIRൻ്റെ പോലും ആവശ്യമില്ല. അതും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട, ഞങ്ങൾക്ക് SIR വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് 10, 40 വർഷം മുമ്പ് നടന്ന ബൂത്ത് പിടുത്തത്തിൻ്റെ കാലത്തെ ആ തെരഞ്ഞെടുപ്പ് രീതിയാണ് എന്ന ആവശ്യം എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? അത് നടക്കുന്ന കാര്യവുമല്ലല്ലോ. അപ്പോൾ ഇതാണ് SIR എന്നതിൻ്റെ യാഥാർത്ഥ്യം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം. അത് കേരളത്തിലും നടക്കും, തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആരെതിർത്താലും ശരി, ആര് തലകുത്തി മറിഞ്ഞാലും ശരി, ആരൊക്കെ ചർച്ച ചെയ്താലും ശരി, നടക്കേണ്ടത് നടക്കുക തന്നെ ചെയ്യും.